ഹലോ ഗായ്സ്, എല്ലാവർക്കും ഈ കുട്ടികൾക്ക് സ്വാഗതം. എല്ലാവർക്കും ട്രാവലിംഗ് FKF സ്വാഗതം. അപ്പൊ നമ്മ ഇന്നെന്ന് പറയണത് എന്താ പറയാ, ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് നമുക്ക് പറ്റിയില്ല, കാരണം എക്സാം ഒക്കെ അല്ലേ, അതുകൊണ്ട് പറ്റിയിരുന്നില്ല. പക്ഷേ നമ്മ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ നോമ്പ് തുറക്കാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ ഏകദേശം 5:15 കഴിഞ്ഞു മച്ചവർ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, 5:15 കഴിഞ്ഞത് കൊണ്ട് നമ്മള് എന്താ പറയാ, ഈ ഒരു എന്താ പറയാ, ഒന്ന് ഉണ്ടാക്കണേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമല്ലോ. അപ്പൊ അത് ഉണ്ടാക്കണ വീഡിയോ ആണ്. കാരണം എനിക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റാത്ത കാരണം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോ നമുക്ക് ഉണ്ടാക്കുമ്പോ കാണാം. മറ്റേ ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ല, ഉണ്ടാക്കുമ്പോ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് കാണാം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മടെ ഒരു പാത്രം, അതുപോലെ തന്നെ കുറച്ച് ഇതെന്താ പറയാ, നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കണം. നറുനീണ്ടി. അപ്പൊ നമ്മ ഇന്ന് സർബത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഒരു നാരങ്ങ എടുക്കാം. നാരങ്ങ അത് കട്ട് ചെയ്യാൻ വെച്ചാൽ വലിയ സാധനം കേട്ടോ. എന്റെ അമ്മോ, ഭയങ്കര സാധനം, വലുതാണ്. നമുക്കിത് പിഴിയണ സാധനം എടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ പിഴിയണ സാധനം എടുത്തിട്ട് വന്നിട്ട് കാണാം. ഓക്കെ. അപ്പൊ ഗായ്സ്, നമ്മ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സാധനം. ഇതാ നാരങ്ങ പിഴിയാ വെച്ചാ. എന്നിട്ട് നമ്മുടെ ഈ പാത്രം നീക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി നാരങ്ങ പിഴിയാണ്. അതിനുശേഷം അടുത്തത് എടുക്കാം. അപ്പൊ നമ്മുടെ നാരങ്ങ പിഴിയൽ ചടങ്ങ്, ആദ്യത്തെ ചടങ്ങാണ്. ചെയ്തുകൊണ്ടിരിക്കാണ്. നമ്മൾ പിന്നെ രണ്ടെണ്ണം ഒന്നും കൂടി വെച്ചിട്ട് വെള്ളത്തിലൊന്ന് പ്രസ് ചെയ്താ അങ്ങനെ രണ്ടും കൂടി ബലത്തിൽ പ്രസ് ചെയ്തു കിട്ടിയ സാധനമാണ് കേട്ടോ. അത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഈ വലുത് ഒരെണ്ണം എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. സാധാ കുടിക്കുന്ന വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് നടക്കൂല. കുറച്ചുകൂടി വലിയ പാത്രം എടുക്കണം. അപ്പൊ വലിയ പാത്രം എടുത്തിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മ ഒരു പാത്രം, ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ തിക്കുന്ന സാധനം ഇങ്ങോട്ടിട്ട് കൊടുക്കാം. ഇങ്ങോട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പഞ്ചസാര ഒരു 5 സ്പൂൺ ഇട്ട് കൊടുക്കാം വെച്ചാൽ. 4, 5 ഇത് മതി വെച്ചാരെ. 5 സ്പൂൺ മതി. നമ്മ അത് നന്നായി ഇളക്കി കൊടുക്കുക വെച്ചാല്. കാരണം കാണണ്ടോന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ സാധനം ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നന്നായി പൊടിയാക്കി എടുത്തോണ്ടിരിക്കുക കേട്ടോ. പൊടിയാക്കുക. അതിന് അടുത്ത പരിപാടിയാണ് പൊടിയാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ സാധനം ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ചേരത് നമ്മ കലക്കി നമ്മുടെ പഞ്ചസാര മൊത്തം വെള്ളത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, പഞ്ചസാര മൊത്തം വെള്ളത്തിലാക്കി എടുത്തിട്ടുണ്ട്. കാണുന്നുണ്ട് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മ ഈ സ്പൂണൂടെ പോരുതിട്ടാ. നമ്മുടെ നറുനീണ്ടി എന്നുവെച്ചാൽ സർബത്ത് നമുക്ക് എന്ത് ചെയ്യാം,
ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ. നിങ്ങൾക്ക് ആയിന്ന് തോന്നുമ്പോ നിർത്താട്ടോ. നമ്മ ഏകദേശം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നമ്മ ഏകദേശം ഇട്ട് നമ്മ മിക്സ് ചെയ്തോണ്ടിരിക്കാണ്. നമുക്കും കുറച്ച് പണികളൊക്കെ ഉണ്ട് ട്ടാ. നമ്മ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക വെച്ചാരെ. അപ്പൊ നമ്മുടെ നിറഞ്ഞേണ്ടി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർബത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്മ വന്നിരിക്കാണ്ടാ, നമ്മുടെ ഉമ്മ വന്നിരിക്കാണ്. അപ്പൊ നമ്മളിത് ഇഷ്ടം പോലെ കലക്കി 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 കുറെ നേരം കലക്കിയപ്പോ നമ്മുടെ സർബത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ പറ്റില്ല, ഈ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ നമ്മുടെ സർബത്ത് ഉണ്ടാക്കണവർക്ക് അറിയാത്തവർക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. സർബത്തിന്റെ ഇനി ഇത് കുടിക്കണതിന്റെ അഭിപ്രായമാണ് കേട്ടോ. നമുക്ക് നോമ്പറക്കുമ്പോ കുടിക്കണം. ഓക്കെ, അപ്പൊ കാണാം. അപ്പൊ ഗൈസ് നമ്മള് ഇനി നമ്മുടെ ഐസ് നമ്മ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതിന്റെ ഐസ് നമുക്ക് ഐസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഐസ് നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ അടിയോടടി. ഓക്കെ, നമുക്കപ്പൊ ഐസ് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഐസ് നമ്മ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മ ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കണം. ഓ, നമ്മുടെ ഐസ് അങ്ങനെ ഇട്ട് വെച്ചാരെ ഗ്ലാസ് അല്ല. ഓക്കെ, അതലിഞ്ഞോളും. ഓക്കെ ചാരെ നമ്മുടെ അലിയിക്കാൻ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്റെ അനിയന്റെ കൂട്ടുകാരനായ സിദ്ധാർത്ഥ് അതെ, സിദ്ധാർത്ഥിനെ കാണിച്ചു തരാം. ഹലോ 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 സംസാരിക്കടാ. അവനും ഉണ്ടായിട്ടില്ല. ഹലോ ഹലോ ഹായ് ഹായ്. സംസാരിക്കടാ. അവന് മൂഡ് ഓഫ് ആണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? അവനെന്താ മൂഡ് ഓഫ്? അവനെന്തോ എന്തായി അവനറിയില്ല. ഓ, നല്ല മഴ വെച്ചാൽ വീണ്ടും മഴയോ മഴ പെയ്യാണ്. കൊട എവിടെ ഇല്ലടാ, നല്ല മഴയാണ്. ഓക്കെ, നമ്മുടെ ഐസ് അലിഞ്ഞോ നോക്കണ്ടേ? ചെക്കന്മാരോട് ഇന്ന് കളിക്കില്ലേ? കളിച്ചോളും. ഇവൻ സംസാരിക്കണം. റൈഹാൻ ഹലോ ഗൈസ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ പേര്. ഇവന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അത് നിങ്ങളെ കണ്ടോക്ക്. എന്തെങ്കിലും നീ പറയും. നിങ്ങക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഫ്രണ്ടിന്റെ എന്തെങ്കിലും. അവർക്ക് ഇവൻ ഇടയ്ക്കിടയ്ക്ക് കുറുമ്പ് കാണിക്കും. ഇവൻ ഇടയ്ക്കിടയ്ക്ക് അത് സത്യാണ് വെച്ചാറ്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് കുറുമ്പ് കാണിക്കും. അങ്ങനൊന്നുമില്ല. ഇവര് ഈ ഗെയിമില് ഔട്ട് എപ്പോഴും ഞാൻ ഔട്ട്. ഇതെനിക്കൊരു അന്ന് ക്രിക്കറ്റ് കളിക്കുമ്പോ ഒരു പ്രാവശ്യം പോലും എനിക്ക് ഇവര് തന്നിട്ടില്ല ഗൈസ്. അതിന് നല്ല വിഷമം എനിക്ക് അന്നുണ്ടായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സിദ്ധാർത്ഥ് കുറച്ച് വിഷമത്തിലാണെന്ന് തോന്നുന്നു. ആണോവാ? അവനോട് അവൻ നല്ല സന്തോഷത്തിലാണ് വച്ചാമാരെ. അപ്പൊ നമുക്ക് അവനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവനെ വിടാം. കുറച്ച് ക്വസ്റ്റ്യൻസ്
നിനക്ക് എന്താ ഇഷ്ടം? എനിക്കെന്ന് വെച്ചാ പ്ലേയും സൈക്കിൾ അതൊക്കെ. നിങ്ങക്ക് അഭിപ്രായം പറയും. നിങ്ങക്ക് എന്തൊക്കെ ഇഷ്ടം? നിന്റെ ഫ്രണ്ട് എന്തൊക്കെ ചെയ്യും? എന്റെ ഫ്രണ്ട് കുറച്ച് കുറുമ്പ് കാണിക്കും, പിന്നെ കുറച്ച് നോണിയുണ്ട്, പിന്നെ നല്ല കുട്ടിയാണ്, കുഴപ്പമില്ല, പക്ഷെ ഇത്തിരി കുറുമ്പ്. അപ്പൊ അവന്റെ അൽപ്പാറ് ഇത്രയുള്ളൂ. പക്ഷെ അവന്റെ അപ്പുറത്താണ് വീട്. അപ്പൊ നമുക്ക് നോമ്പ് എടുക്കാണ്ട്. അത് കാരണം നമ്മുടെ ചങ്കിനെ നമ്മളിന്ന് ഞായറാഴ്ചയല്ലോ, നാളെ എനിക്ക് എക്സാം ഹോളിൽ പോകണം. അപ്പൊ ബൈ. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ക്യാമറ ഒരു കുഴപ്പമുണ്ട് ഗൈസ്. അവൻ പറയാ അതൊന്നും പറയണ്ടാത്. അപ്പൊ ശരി, ക്യാമറ വെച്ചാൻ അടുത്തത് പറയുന്നതായിരിക്കും. ഞാൻ എന്റെ ചങ്ങിനെ വീട്ടിൽ കൊണ്ടാക്കട്ടെ. ബൈ. അലിയാൻ വെച്ച സാധനം, അലിയാൻ വെച്ച സാധനം എവിടെ അമ്മി? എന്റെ ഇല്ല. ആ ഇതില് വെള്ളട്ടു, കൊറച്ചിട്ടു. ഒയ്യോ, ഇട്ട സർബത്തൊന്നും കൂടി ഇടേണ്ടി വരും. എന്നിട്ട് സർബത്തിടാ, സർബത്തിടാ, സർബത്തെടുക്ക്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഇട്ടിട്ട്, നല്ല തണുപ്പ് വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ അത് വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് വെച്ചു. അപ്പൊ നമ്മുടെ ഈ സമയത്ത് ഒരു മിനിറ്റ് വെച്ചാരെ ഉയർത്തണം. ഓക്കെ ഓക്കെ വെച്ചാരെ. അപ്പൊ തന്നെ നമ്മള് വീണ്ടും സർബത്ത് ഒഴിക്കാണ്. ആ ഇതെടുത്തമ്മി മിക്സ് ആക്കണത്. നമ്മുടെ സ്പൂൺ എടുത്ത് സ്പൂൺ എടുക്കണ്ട വെച്ചാൽ വരെ. സ്പൂൺ എടുത്തിട്ട് ഒക്കെ ഒന്ന് ഇതാക്കണം. പരീക്ഷ 3:30 വരെ ഇരുത്താൻ പറഞ്ഞു. എന്താണെന്നറിയോ, പഠിക്കാത്ത കുറെ പിള്ളേരുണ്ട്, അവര് ഇരുത്തുന്നുണ്ട്, ഇരുത്താൻ പറഞ്ഞു. എന്റെ അടുത്ത് വന്നാ പഠിക്കില്ല. അപ്പൊ അവര് അത്യാവശ്യം പറഞ്ഞു കൊടുക്കും. അപ്പൊ ആദ്യം ഒന്ന് ചോദിക്കട്ടെ, ജയന്തി മാഡത്തിനോട് ചോദിക്കണം. പിള്ളേരെ എണ്ണം കൂടിയ പിന്നെ എന്റെ വീട്ടിൽ മെസ്സേജ് വിട്ടോളെ. അങ്ങനെ ക്ഷമ ക്ഷമ. അപ്പൊ ഗൈസ് നമ്മുടെ ഇളക്കി 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 കുറച്ച് കൂടുതലും കൂടി ഉണ്ടാക്കിട്ടോ നമ്മ. നാരങ്ങ മതി, ഇത്ര മതി നാരങ്ങ. ഓക്കെ, നമുക്കിനി അത് അവിടെ കൊണ്ട് വെക്കാം. ഓക്കെ, ഇങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന്, നല്ല വെയിറ്റ് ആണ്. ഓക്കെ, പച്ചവരെ അവസാനം ഇവിടെ ഇട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ചൂട് വച്ചാ, നല്ല ചൂട്. നമുക്കിതൊന്ന് ക്ലീൻ ആക്കിയിട്ട് കാണാം. ശരി എന്നാ. അപ്പൊ വച്ചവരെ നമ്മൾ ഗ്ലാസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. കാരണം ഇപ്പൊ വാങ്ങെടുക്കാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പൊ എത്ര മണിയാമ്മി? ഓക്കെ വച്ചവരെ, ഇപ്പൊ 6:15 കഴിഞ്ഞു വച്ചവരെ. നമുക്ക് കുറച്ചു നേരം കൂടി ഉള്ളൂ. നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി സെറ്റ് ആക്കി എടുക്കാം. ക്യാമറ ഇതൊക്കെ ആയതുകൊണ്ട് പറ്റണില്ല. നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നോമ്പറക്കാറാകുമ്പോ കാണാം. അപ്പൊ ശരി. അപ്പൊ ഗൈസ് നമ്മുടെ ഉമ്മക്ക് നല്ല പണിയിലാണ് കേട്ടോ വെച്ചാല്, നല്ല പണിയിലാണ്. ഓക്കെ, നമ്മുടെ എന്താ ഇത്? ഓക്കെ, ഷവായി ഉണ്ടാക്കണേന്റെ തിരക്കിലാണ് ഉമ്മ. നമ്മുടെ ചെക്കാപ്പ് ഇതേ നിക്കണ വെച്ചവരെ. നിന്നൊരു വീഡിയോ എടുത്തട്ടാ, വീഡിയോ എടുക്കട്ടാ. ആ ഒരു വീഡിയോ എടുക്കട്ടെ.
പൂവലറാ ഒരു വീഡിയോ ഒരു ഫോട്ടോ ആ നിന്നോ. ഓ താങ്ക്സ് മുത്തേ, എനക്കുള്ള പിന്നെ തരാം പിന്നെ. വരെ നമുക്ക് നമ്മുടെ ചെക്കൻ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം. ഉണ്ടാ മൊത്തത്തിൽ ഇതാക്കില്ല നീ. നമുക്ക് ഇതൊക്കെ നോക്കിട്ട് കാണാം. ഓക്കെ. اللهم صل على استغفر الله الذي لا اله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم بسم الله الرحمن الرحيم ഹലോ ഗായ്സ് ജസാക്കല്ലാഹു ഖൈർ. അപ്പൊ നമ്മുടെ നോമ്പ് തുറ അസലായിട്ട് നല്ല
ഇതായിട്ട് കഴിഞ്ഞു. ഭയങ്കര എന്താ പറയാ, വളരെ അധികം നല്ല സ്വാദുള്ള ഭക്ഷണങ്ങളും പിന്നെ പത്തിരി ബീഫ് കറി എന്നിവയും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഓക്കെ, പിന്നെ നമ്മുടെ 17-ാം രാവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം എന്ന് പറയണത് ഇന്ന് എന്ന ദിവസം എന്ന് പറയണത് 15ാമത്തെ നോമ്പും 16ാമത്തെ തറാവീഹുമാണ് ഇന്ന് വരുന്നത്. ഞാനിപ്പോ ഇന്റപ്പിയാണ്, കാരണം തറാവീക്ക് പോകുമ്പോ ഫോണൊന്നും അധികം കൊണ്ടുപോവില്ല. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം എന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അടുത്തുള്ള ബെല്ലൈക്കൺ ലൈക്ക്. ഞാൻ വരുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ സൈനിങ് ഔട്ട്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ നോമ്പ് തുറക്കാൻ പോകുമ്പോൾ നമ്മുടെ പനമുക്ക്, കുറുക്കഞ്ചേരി, ചിയാരം എന്നീ പള്ളികളിൽ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവുന്നതായിരിക്കും. ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, ചിയാരം കുറുക്കഞ്ചേരിയിലെ തറാവീക്ക പോകാറുള്ളൂ. ചിയാരത്താണ് കൂടുതലും ഞാൻ നോമ്പ് തുറക്കാൻ വരാറ്. പനമുക്കില് സുബൈക്കാണ് പോകുന്നത്. അപ്പോ നിങ്ങളെ വരാണെങ്കിൽ എന്നെ കാണാം. അപ്പോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അടുത്തുള്ള ബെല്ലൈക്കണിലേക്ക് ഞാൻ വരുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. സൈനിങ് ഔട്ട്.